everyone. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് യുവർ ഡ്രീം എന്ന് ചോദിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈസി ആയിട്ട് റിപ്ലൈ ചെയ്യും മൈ ഡ്രീംസ് ടു ബിക്കം എ ടീച്ചർ, എഞ്ചിനീയർ, ഡോക്ടർ, ദെൻ പൈലറ്റ്, ബ്ലാ ബ്ലാ ബ്ലാ. കാരണം ഓരോരുത്തർക്കും ഓരോരോ പാഷൻ ഉണ്ട്, അതനുസരിച്ച് അവർക്ക് ഓരോരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രീംസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് യുവർ ഗോൾ എന്ന് ചോദിക്കാം. അപ്പോൾ നിങ്ങളൊന്ന് സ്റ്റക്ക് ആവും. കാരണം ഡ്രീമിനെ പോലെ നമുക്ക് ഗോൾ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഗോൾ എന്ന് പറയുന്നത് മൾട്ടി സ്റ്റെപ്പ് പ്രോസസ്സാണ്. അതിന് കുറേ സ്റ്റെപ്സ് ഉണ്ട്. നിങ്ങളെല്ലാവരും ഇപ്പോൾ 10ാം ക്ലാസ് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങളുടെ ഗോൾ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ണടച്ച് പറയണം, എൻ്റെ ഗോൾ എന്ന് പറയുന്നത് ഫുൾ A+ ആണ്, 10 A+ ആണ് എൻ്റെ ഗോൾ എന്ന് പറയുന്നത്. ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ, നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നിങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കണം, ഒരു ടൈം ടേബിൾ നിങ്ങൾ തന്നെ സ്വയം ഉണ്ടാക്കണം. ആ ടൈം ടേബിൾ ഫുൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് 10 A+, ഫുൾ A+ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. അതായത് ഒരു ഗോൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടാകുമ്പോൾ നമുക്കത് സെൽഫ് കോൺഫിഡൻസ്, നമ്മുടെ സെൽഫായിട്ട് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഈ ഗോളാണ് നമ്മുടെ അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ നേട്ടം എന്ന് പറയുന്നത് ഈ ഒരു ഗോളാണ്, ഈ ഒരു പ്ലാനിങ് ആണ്. നിങ്ങളെല്ലാവരും ഹൈലി ടാലൻറ്റഡ് ആണ്, പക്ഷെ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. വർക്ക് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ടാലൻറ്റ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് സക്സസ്സിലോട്ട് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ടാലൻറ്റ് വിത്തൗട്ട് വർക്ക് ഈസ് നത്തിങ്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ഫുട്ബോൾ പ്ലെയർ ആയിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞതാണ്. അതായത് ടാലൻറ്റ് ഉള്ളിൽ വെച്ചിരുന്നിട്ട് കാര്യമില്ല, നിങ്ങൾ എന്ത് ചെയ്യണം? ഹാർഡ് വർക്ക് ചെയ്യണം. അതായത് ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം ഗോൾ സെറ്റ് ചെയ്യണം. ഗോളാണ് സക്സസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് കംപ്ലീറ്റ് ആയിട്ടൊരു പ്ലാൻ ഉണ്ടാക്കി വെക്കണം. ഈ പ്ലാൻ എന്ന് പറയുന്നത് ടൈം ടേബിളാണ്. നിങ്ങൾ 10th സ്റ്റുഡൻസ് ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു സമയത്ത് ഞാൻ എണീക്കും, ഈ ഒരു സമയത്ത് ഇന്ന സബ്ജക്റ്റ് ഞാൻ പഠിച്ചു തീർക്കും, ഈ ഒരു സമയത്ത് ഞാൻ മാത്സ് പഠിക്കും, കെമിസ്ട്രി പഠിക്കും, ഫിസിക്സ് പഠിക്കും, ഈ ഒരു ടോപ്പിക്ക് പഠിക്കും, ദെൻ ഈ ഒരു സമയത്ത് ഞാൻ കളിക്കാൻ പോവുള്ളൂ, ഈ ഒരു സമയത്ത് തിരിച്ചു വരും എന്ന് ഫുള്ള് നിങ്ങൾ എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്തൊരു ടൈം ടേബിൾ ഉണ്ടാക്കി വയ്ക്കുക. ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾ ചുമരും ഒട്ടിച്ച് വയ്ക്കുക, പേസ്റ്റ് ചെയ്ത് വയ്ക്കുക. ദെൻ ഓരോ പ്ലാനിങ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ നേരെ ഇങ്ങനെ ടിക്ക് ചെയ്യുക. ഈ ഓരോ ടിക്കുമാണ് നിങ്ങളെ സക്സസ്സിലോട്ട്, അതായത് ഫുൾ A+ എന്ന് പറയുന്ന നമ്മുടെ ഫൈനൽ ഡ്രീമിലോട്ട് എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഫുൾ A+ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഈ ഒരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഈ ഒരു ഗോൾ സെറ്റ് ചെയ്താൽ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് വരും, നമ്മളെ കൊണ്ട് പറ്റും. കാരണം ഞാൻ ഈ പ്ലാനിങ് എല്ലാം കറക്റ്റ് ഫോളോ ചെയ്യുന്നുണ്ട്, കറക്റ്റ് ടിക്കിട്ട് പോകുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് ഫുൾ A+ ക്യാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾക്ക് ഈ ഗോള്, അതായത് ഈ പ്ലാനിങ് ഉണ്ടാക്കുന്നതിലൂടെ നിങ്ങൾക്ക് സ്വയമായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെയാണ്. അതായത് ഈ വിന്നിങ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, ജയിച്ച് നമുക്ക് ഫുൾ A+ കിട്ടിയാൽ ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ്, ആ ഒരു ഹാപ്പിനെസ്, നമ്മുടെ പാരൻസിൻ്റെ ഹാപ്പിനെസ്, ദെൻ റിലേറ്റീവ്സ്, നൈബേഴ്സ് എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരും ഹാപ്പി ആയിരിക്കും. അവർ നമ്മളെ അപ്രിഷിയേറ്റ് ചെയ്യില്ലേ, അഭിനന്ദിക്കും. അപ്പോൾ നമുക്കുണ്ടാകുന്ന ആ വിന്നിങ്ങിൻ്റെ ഒരു ടേസ്റ്റ്, അത് നിങ്ങൾ ഒരു തവണ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ലോങ് നിങ്ങൾക്ക് അത് എന്തായാലും ഉണ്ടായിരിക്കും. കാരണം ഒരു തവണ അതിൻ്റെ ഒരു ഹാപ്പിനെസ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ ഹാപ്പിനെസ്സിൻ്റെ പിന്നാലെ പോകും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് ലൈഫ് ലോങ് വേണമെങ്കിൽ, അതായത് ഈ ഒരു ഫുൾ A+ എന്ന് പറയുന്ന നിങ്ങളുടെ ഡ്രീം, നിങ്ങളുടെ എല്ലാവരുടെ ഡ്രീം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ പ്ലാൻ ചെയ്യണം. അപ്പോൾ ഈ പ്ലാനിങ്ങിൽ നിങ്ങൾ ആദ്യം ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എത്ര സമയത്ത് ഞാൻ എണീക്കും. ഏർലി മോർണിംഗിൽ എണീക്കാം, കുറച്ച് നേരത്തെ എണീറ്റിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ടഫായിട്ടുള്ള വില്ലൻ സബ്ജക്റ്റുകളൊക്കെ അപ്പോൾ പഠിക്കാനിരിക്കുക. കാരണം ആ സമയത്ത് നല്ല ബ്രീത്ത്, നല്ല എയർ ആയിരിക്കും, നല്ല ക്ലീൻ എയർ ആയിരിക്കും, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ബ്രെയിനിന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബ്രെയിനിന് എന്ത് ചെയ്യുക? നമ്മുടെ വില്ലൻ സബ്ജക്റ്റുമായിട്ട് ഇങ്ങനെ ചേർത്ത് ഹീറോ സബ്ജക്റ്റ് ആക്കി മാറ്റിയെടുക്കുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഇനി പഠിച്ച് നിങ്ങൾക്ക് കുറച്ച് മടുപ്പ്, അതായത് ഉറക്കം വരുന്നൊരവസ്ഥ വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്ത് ആ ഒരു ബോറിങ് പോവും. അങ്ങനെ നിങ്ങൾ ഓരോ ഡേയിലും ഓരോരോ ടൈം ടേബിൾസ് ഉണ്ടാക്കിയെടുക്കുക. ദെൻ ഈ ഓരോ ടൈം ടേബിൾസും ടിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫുൾ A+ നേടാൻ പറ്റും. ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാവരും ഹൈലി ടാലൻറ്റഡ് ആണ്.
ഇന്ന് മുതൽ ഈ ഒരു നിമിഷം മുതൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ നമ്മുടെ ഗോളായിട്ടുള്ള ഫുൾ A+ നിങ്ങളുടെ കയ്യിലെത്തും. അതായത് ഈ ഒരു ഇയർ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഫുൾ A+ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? ഇന്ന് മുതൽ ഹാർഡ് വർക്ക് ചെയ്യുക, സ്മാർട്ട് വർക്ക് ചെയ്യുക. ഈസി ആയിട്ട് നമുക്ക് 10 A+ നേടാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഗോൾ ഇന്ന് മുതൽ നിങ്ങൾ സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം, മിസ് ഞാൻ ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇന്ന് മുതൽ ഞാൻ ഓരോ A+ലോട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫൈനലായിട്ട് ഒരു ഹാപ്പി ന്യൂസ് ഉണ്ടായിരിക്കും, എനിക്ക് ഫുൾ A+ കിട്ടും എന്നുള്ള ഒരു ഹാപ്പി ന്യൂസ് ഉണ്ടായിരിക്കും എന്ന് മിസ്സിനോട് പറയണം. അതേപോലെ ഞാൻ റെഡിയാണ്, ഇന്ന് മുതൽ ഞങ്ങൾ റെഡിയാണ്, ഗോൾ ഉണ്ടാക്കി ഞങ്ങൾ പ്ലാൻ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കുമെന്ന് നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക? മിസ്സിന് പ്രോമിസ് ചെയ്യണം. അപ്പോൾ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്.